someone to save me. No, and don't come running to blame me. From miles away I can tell there's something's off. The way you look and how you pause when you ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു മഴ ദിവസമാണ്. പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മഴയത്ത് പൊതച്ച് മൂടി കിടന്നുറങ്ങാൻ എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നെന്നോ. എന്നാൽ ഓരോ വർഷം പോകണമനുസരിച്ച് നമ്മളുടെ പ്രയോറിറ്റീസും മാറുമല്ലോ. മഴയുള്ള ദിവസം വൈകുന്നേരം കോഫിയുടെയും ചായയുടെയും കൂടെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷണം വൈറ്റ് ചോക്ലേറ്റ് ബ്ലോണ്ടീസ് ആണ്. ആദ്യമായിട്ടൊരു പുതിയൊരു റെസിപ്പിയാണ്, ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും വഴിയേ പറയാം. ബ്ലോണ്ടീസ് എന്ന് പറയുന്നത് ശരിക്കും ബ്രൗണിയുടെയും കുക്കിയുടെയും ഇടയിൽ വരുന്ന ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റുമാണ്. വെച്ച കാലം മുതൽ എൻ്റെ അമ്മ സ്ഥിരമായിട്ട് എല്ലാ ക്രിസ്മസ് സീസണിലും ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് ട്രഡീഷണൽ റിച്ച് ഫ്രൂട്ട് കേക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ട്രഡീഷണൽ റിച്ച് ഫ്രൂട്ട് കേക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഫ്രൂട്ട് മിക്സിംഗ് ആണ്. ഡിസംബറിലാണ് ക്രിസ്മസ് എങ്കിലും എത്രയും നേരത്തെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ പറ്റും അത്രയും ഫ്ലേവറും ടേസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് കേക്കിന് ഉണ്ടാവുക. ഞാൻ ഇവിടെ ഈ ഒരു റെസിപ്പിയിലോട്ട് 3 കപ്പ് ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണ് എടുക്കുന്നത്. ഇതിൽ ഡ്രൈഡ് റേസിൻസ്, ഡ്രൈഡ് ആപ്രിക്കോട്ട്സ്, ഡ്രൈഡ് ഫിഗ്, പ്രൂൺസ്, കാൻഡിഡ് ലെമൺ ആൻഡ് ഓറഞ്ച് പീൽസ്, പിന്നെ കുറച്ച് ഡ്രൈഡ് ക്രാൻബെറീസ്. നിങ്ങൾക്കത് കിട്ടുവാണെങ്കിൽ അതും കൂടെ ചേർക്കാം. അപ്പോൾ നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഫ്ലേവർ കിട്ടും. ഒരുപാട് ഡ്രൈഡ് ക്രാൻബെറീസ് ചേർക്കേണ്ട, കുറച്ച് മാത്രം ചേർത്താൽ മതി. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനിൽ ചേർക്കാം. പക്ഷെ 3 കപ്പാണ് എല്ലാം കൂടെ പാടുള്ളൂ. ഈ ഡ്രൈഡ് ഫ്രൂട്ട് സോക്ക് ചെയ്യാൻ ഏതെങ്കിലും നല്ല ക്വാളിറ്റി ഡാർക്ക് റം വേണം യൂസ് ചെയ്യാനായിട്ട്. റം ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഒരുപാട് കാലം കേടുകൂടാണ്ട് ഇരിക്കും. എങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡ്രൈഡ് ഫ്രൂട്ട്സിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുന്നത് എപ്പോഴും ഒരു ഗ്ലാസ് ജാറിലായിരിക്കണം. ഒരിക്കലും ഒരു സ്റ്റീൽ കണ്ടെയ്നർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊന്നും വെക്കാൻ പാടില്ല. ഈ ഗ്ലാസ് ജാർ ആണെങ്കിലും നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് കഴുകി ഉണക്കി തുടച്ച് ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഈ റം ഈ ഡ്രൈഡ് ഫ്രൂട്ട്സിന് കുറച്ച് മുകളിലായിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും നന്നായിട്ട് പ്രിസർവ് ആയിട്ടും കിട്ടുക, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒരിക്കലും സ്റ്റീൽ സ്പൂൺ യൂസ് ചെയ്യരുത്. ഇതുപോലെ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത് നല്ല വുഡൻ സ്പൂൺ വേണം ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഈ കേക്ക് ക്രിസ്മസിന് 1 മാസം മുമ്പ് ബേക്ക് ചെയ്ത് ഫീഡ് ചെയ്ത് മെച്യൂർ ചെയ്തെടുക്കുന്ന നല്ല ഒത്തൻറ്റിക് സ്റ്റൈലിൽ തന്നെ തയ്യാറാക്കുന്ന നല്ല ഡാർക്ക് ആയിട്ടുള്ള ട്രഡീഷണൽ റിച്ച് ഫുഡ് കേക്ക് റെസിപ്പിയാണ്. ഇതേ റെസിപ്പി കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായമാണ് കമൻറ്റ് ബോക്സിൽ എനിക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം ഞാൻ ഈ റെസിപ്പി ചെയ്തപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഡ്രൈഡ് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെയും ഓർപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ ബേക്ക് ചെയ്യാമല്ലോ. ഈ കേക്ക് ബേക്ക് ചെയ്യുന്നതും ഫീഡ് ചെയ്യുന്നതും മെച്യൂർ ചെയ്യുന്നതും എല്ലാം ഞാൻ വീഡിയോസിൽ കാണിക്കാം. അപ്പോൾ അതേ സമയത്ത് നിങ്ങൾക്കും ചെയ്യാമല്ലോ. ഇത് ഫ്രിഡ്ജിലല്ല സ്റ്റോർ ചെയ്യേണ്ടത്, കിച്ചണിൽ തന്നെ വെച്ചാൽ മതി. ഹലോ, മറന്നുപോയോ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ബ്ലോണ്ടീസിനെ കുറിച്ച് ബേക്ക് ചെയ്യാൻ വെച്ചത്? ദേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. പക്ഷെ സത്യം പറയില്ല, അത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. കുറച്ച് മധുരം കൂടി, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. സാരമില്ല, ഇത് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയതല്ല, അങ്ങനെയൊക്കെ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പം എല്ലാം ശരിയാവണമെന്നില്ല. 2 3 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും അത് ശരിയാവുകയും ചെയ്യും. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ട്രഡീഷണൽ റിച്ച് ഫ്രൂട്ട് കേക്കിൻ്റെ ഫ്രൂട്ട് സോക്കിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ എത്ര പേര് ഈ വർഷം ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
Thank you so much for watching. Bye. See you soon.